ഹലോ അസ്സാം വലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ ഡേ 25 ആയി. അതിൽ അറബിക് കാലിഗ്രഫി ചലഞ്ച് സൂറത്തുൽ റാദിലെ 28th ആയത്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നോട്ട്ബുക്കിലെ ഒരു വൈറ്റ് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ട്രഡീഷണൽ കാലിഗ്രഫി ബാംബു കലം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പാർക്കർ എന്ന ബ്രാൻഡിൻ്റെ ഇങ്കാണ് ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈൻ ചെയ്ത ഇങ്കാണ് ഞാൻ ഇതിലിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിൻട്രസ്റ്റ് റെഫറൻസ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഇസ് ഫാഷസ് ഗാലറി. ഞാൻ 25 വർക്ക്സ് കാലിഗ്രഫി ചലഞ്ചായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എന്തായാലും പോയി കാണാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യാം. ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നുക്താസ് ഒന്നും ഇടാൻ മറന്നു വരുത്. നിങ്ങളുടെ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഡബിളായിട്ട് ചെക്ക് ചെയ്യണം. ഇത് ഏതെങ്കിലും ഒരു ലെറ്റർ മിസ്സിങ് ആണെങ്കിൽ ആ വേഴ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ സെയിം കലം വെച്ചിട്ട് ഹരക്കത്ത് ഇടണമെന്നില്ല. കുറച്ചുകൂടെ പോയിൻ്റ് കുറഞ്ഞ കലം യൂസ് ചെയ്തിട്ട് ഹരക്കത്ത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചുകൂടി കാണാൻ ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നടുക്ക് അല്ല എന്നുള്ളത് ഞാൻ എൻ്റെ റോക്കോ ഗോൾഡൻ മാർക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂവിൻ്റെ കൂടെ ഗോൾഡൻ കുറച്ച് എടുത്ത് പിടിക്കുന്നൊരു കളറാണ്. അതിന് വേണ്ടിയിട്ടാണ് ഗോൾഡൻ കൊടുത്തിട്ടത്. നിങ്ങൾ ബ്ലാക്ക് ഷീറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ വൈറ്റ് പെയിൻറ്റിൻ്റെ മേലെ ഗോൾഡൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. വൈറ്റ് ഇങ്ക് മീൻസ് ഈ ബ്ലൂ ഇങ്കിന് പകരമായിട്ട് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അതാകുമ്പോൾ ഒരു കൺജസ്റ്റഡ് ഫീലിൽ ട്രഡീഷണൽ കാലിഗ്രഫി നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ നിങ്ങൾ ഏത് സൈസ് പേപ്പറാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ബാംബു കലം വേണം എടുക്കാൻ. കാരണം ചിലപ്പോൾ സ്പേസ് നിങ്ങളുടെ കാലിഗ്രഫി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേപ്പറിൽ ഫിറ്റായിന്ന് വരുമല്ലോ. അപ്പോൾ അതും തന്നെ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ആ ഒരു സ്പേസിൽ തന്നെ വേറൊരു റഫ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞതിന് ശേഷം കാലിഗ്രഫി ഷീറ്റിലോ അങ്ങനെ നല്ല ഒരു പേപ്പറിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ബോർഡേഴ്സൊക്കെ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഞാൻ എടുത്ത ഇങ്ക് കൊണ്ട് ജസ്റ്റ് സ്പ്ലാറ്റർ ചെയ്തു ഡ്രോപ്സ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കാലിഗ്രഫി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് അസ്സലാമു അലൈക്കും.